ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് കക്കമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ബീഫ് കക്കം കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. അത്രയും രുചിയാണ് ഇതിന്. അപ്പോൾ ബീഫ് കക്കത്തിൻ്റെ കൂടെ നമുക്ക് എന്തും കഴിക്കാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം മുട്ടസിർക്കയും ബീഫ് കക്കവും കഴിക്കാനാണ്. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബീഫ് കക്ക ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോഗ്രാം ബീഫാണ്. അല്പം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ച ബീഫാണിത്. ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കാം. തക്കാളി അധികം വേണ്ട, ഒരെണ്ണം മതിയാവും. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വരെ കുരുമുളകൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, കാരണം നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് ഞെരടി ഈ ഇറച്ചിയിലേക്ക് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ അത്രയും ശരിയാവില്ല. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി യോജിപ്പിക്കുക. അല്പം ബലം കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഞെരടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അരമണിക്കൂർ വരെ നമുക്കിതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിയും മസാലകളും ഒക്കെ കൂടെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ടാവും. ഇറച്ചിയിൽ മസാലയും ഉപ്പും ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതി, കാരണം ബീഫിലും സവാളയിലും തക്കാളിയിലും ഒക്കെ ഉള്ള വെള്ളം ഇറങ്ങി വരും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി, അല്ലാതെ തന്നെ ഇഷ്ടംപോലെ വെള്ളം ഇതിലുണ്ടാവും. അപ്പോൾ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പത്തേക്ക് മാറ്റാം. ഈ പ്രഷർ കുക്കർ ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബീഫ് ഒരു 4-5 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഓരോ ബീഫിനും വേവ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നല്ല റെഡ് കളറുള്ള ബീഫൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് വേവ് കൂടുതലുണ്ടാവും. അപ്പോൾ കളറ് കുറഞ്ഞൊരു പിങ്ക് കളറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഇത് വേവിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബീഫ് കൂടുതൽ വെന്ത് അടിഞ്ഞു പോകരുത്. നമുക്ക് കക്ക ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ ബീഫ് നല്ലോണം വെന്ത് അടിഞ്ഞു പോയാൽ നമ്മൾ കക്കായിട്ട് ഇത് വരട്ടിയെടുക്കുന്ന സമയത്ത് അത് കൂടുതൽ അടിഞ്ഞ് കാണാനും ഭംഗിയുണ്ടാവില്ല, കഴിക്കാനും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ബീഫ് അധികം വെന്ത് പോവാതെ ഒരു പാകത്തിലുള്ള വേവിന് തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത്ര വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. 4-5 വിസിലിന് ശേഷം ഞാൻ ഈ പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബീഫ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. കൂടുതൽ വെന്ത് അടിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല പാകത്തിനുള്ള വേവാണ്. ഇതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിലിപ്പോൾ ഒരുപാട് വെള്ളമുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം കൂടാതെ സവാളയിലെയും ബീഫിലെയും ഒക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് കക്ക ഉണ്ടാക്കുന്ന സമയത്ത് അത് വറ്റിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്രഷർ കുക്കർ അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് കക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പശുവിൻ നെയ്യാണ് ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ് നെയ്യിൽ കക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് പകരം എണ്ണ, വെളിച്ചെണ്ണയോ മറ്റോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർക്കുക. ഇനി ആദ്യം ഈ ബീഫിലുള്ള വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഇതിലേക്ക് നന്നായിട്ട് വറ്റി ഇതിലേക്ക് തന്നെ പിടിച്ചിരിക്കണം, എങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെള്ളം കളയരുത്. അപ്പോൾ ഈ വെള്ളം നമുക്ക് ആദ്യം വറ്റാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം വറ്റിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വറ്റി കിട്ടും. അപ്പോൾ അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
വെള്ളം ഇപ്പോൾ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം നല്ലോണം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. വെള്ളം ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഇളക്കി നന്നായിട്ട് കക്കാക്കിയിട്ട് വരട്ടിയെടുക്കാം. കക്ക ഉണ്ടാക്കുന്ന സമയത്ത് നല്ലോണം ഫ്ലെയിം കൂട്ടി വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ വരട്ടിയെടുക്കുക, എങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ലോ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് കക്ക ഉണ്ടാക്കരുത്. അപ്പോൾ ഇതുപോലെ വരട്ടി എടുക്കുക. ഇതിലുള്ള മസാല മുഴുവനും ഈ ഇറച്ചിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കണം. മാത്രമല്ല നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ആ ഒരു നല്ല ഫ്രൈ ആയിട്ടുള്ള ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ വരണം. ഇതുപോലെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്തിട്ട് അതും കൂടി മിക്സ് ചെയ്യാം. നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്തുള്ള ഒരു കളറും സ്മെല്ലും ഒക്കെ ഉണ്ടല്ലോ, അത് വരണം. അതിന് വേണ്ടിയിട്ടാണ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബീഫിൽ കക്കയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തിട്ട് അതും കൂടി മിക്സ് ചെയ്യാം. നമ്മൾ ഈ മല്ലിയില ചേർക്കുന്ന സമയമാകുമ്പോഴേക്കും ഈ ഇറച്ചിക്ക് ചെറിയൊരു ബ്രൗൺ കളർ വരണം. നമ്മൾ ഫ്രൈ ചെയ്താലൊക്കെ ഉണ്ടാകുന്ന ഒരു കളർ ഉണ്ടല്ലോ, ഒരു ബ്രൗൺ കളർ, ആ ഒരു കളർ വരണം. ആ സമയത്താണ് നമ്മൾ മല്ലിയില ചേർക്കേണ്ടത്. അപ്പോൾ ആ ഒരു കളർ വന്നു കഴിഞ്ഞാൽ മാത്രമേ കക്കത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വരട്ടിയെടുത്ത്, അതായത് ബീഫ് റോസ്റ്റൊക്കെ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ വരുന്നത് വരെ തന്നെ നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ പശു നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം നമ്മൾ ഈ സമയത്ത് പശു നെയ്യ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഈ ബീഫ് കക്കത്തിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലിലെത്തും. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ അതെന്തായാലും ഒഴിവാക്കരുത്. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. നെയ്യും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബീഫ് കക്ക റെഡിയായി. ഇതിനി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ചെറിയൊരു ബ്രൗൺ കളറോട് കൂടിയിട്ടാണ് ഇതിരിക്കുന്നത്. ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ വരട്ടിയെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബ്രൗൺ കളറോട് കൂടിയിട്ടുള്ള ബീഫ് കക്കം കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കക്കാണ്. നമുക്കിത് മുട്ട ചേർക്കുക, പത്തൽ, ഇനിയിപ്പം സാധാ ചോറിൻ്റെ കൂടെ പോലും ഇത് നല്ല ടേസ്റ്റാണ്. കാണുമ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നുമെങ്കിലും നല്ല കക്കത്തോടു കൂടി, അതായത് മസാലയോട് കൂടിയിട്ടാണ് ഇത് ഇരിക്കുന്നത്. നമുക്ക് വേറൊരു കറി ഇല്ലെങ്കിലും ഇത് മാത്രം കൂട്ടിയിട്ട് ചോറൊക്കെ തിന്നാൻ കഴിയും. അപ്പോൾ നല്ല ടേസ്റ്റി ബീഫ് കക്കം റെഡിയാക്കി നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്